പോലീസ് പാർട്ടി ഓഫീസിൽ കയറില്ല, ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. കേസിൽ പോലീസ് പറഞ്ഞാൽ മാത്രം പോരല്ലോ. പോലീസ് അവരെ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ. അന്വേഷണം നടത്താമല്ലോ. പോലീസ് പറയുന്നത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവമാണ്, വലിയ പ്രഷറുണ്ട്, അതുകൊണ്ട് പ്രതികളെ കിട്ടിയേ തീരൂ, 10 പ്രതികളുടെ ചിത്രം പാർട്ടിക്ക് പ്രതികളെ കൊടുക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അതൊക്കെ പോലീസിന്റെ അന്വേഷിക്കട്ടെ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആഫീസിൽ കയറുന്നതിനെ സംബന്ധിച്ച് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. പ്രതികളുടെ വിവരം കൊടുത്താൽ വിട്ടുതരാമെന്നാണ് ബിജോയ് അല്പസമയം മുമ്പ് നൽകിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ഞാനിപ്പോ വന്നേലുള്ളൂ. പാർട്ടി ഓഫീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. പാർട്ടി ഓഫീസിനകത്തേക്ക് കയറാൻ അനുവദിക്കില്ല. മുൻമന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. CPM-ന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥിതിഗതികൾ സങ്കീർണമാണ്. അവിടെ ഇപ്പോൾ PS പ്രശാന്ത് സംസാരിക്കുന്നു. ഇവിടെ കയറണമെങ്കിൽ നമുക്കത് കാണേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ പ്രതികളെ ഒളിപ്പിക്കുന്ന സ്ഥലമല്ല, ഇത് പാർട്ടി ഓഫീസാണ്, സാധാരണപ്പെട്ട മനുഷ്യർ വരുന്ന സ്ഥലമാണ്. ഇവിടെ ആരെയും ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് പോലീസ് ആരെങ്കിലും പ്രതികളുണ്ടെങ്കിൽ അവർ കയറി പിടിച്ചോട്ടെ. അപ്പോൾ ഇവിടെ ED ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ട ചുമതല പോലീസിനാണ്. അവരത് ചെയ്യാറ് ഞങ്ങളുടെ തോളി കയറാൻ വരണ്ട. ED ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര പോലീസ് ബന്ദോബസ്ത് ഒരുക്കി അവർക്ക് സുരക്ഷിതമായി മടങ്ങിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്തതാണ് പരിശോധിക്കേണ്ടത്. ചർച്ചകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.